പുതിയ നിയമ ക്രൈസ്തവ സഭയ്ക്ക് ദശാംശം ആവശ്യമോ? 2. ദശാംശം എന്നാൽ എന്താണ്? ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും നെഗറ്റീവും പോസിറ്റീവും ഉള്ള കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ പറയുന്നത്, വിശേഷിച്ചും ക്രൈസ്തവ എപ്പിസ്കോപ്പലെന്നോ പ്രൊട്ടസ്റ്റൻ്റെന്നോ വ്യത്യാസമില്ലാതെ സഭകളിലെ ഇടയന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സൊക്കെ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ തിരുവെഴുത്തിൽ അപ്രകാരം പറയുന്നുണ്ടോ ഇല്ലയോ? എന്താണ് ദശാംശം? ദശാംശം യഹൂദനുള്ളതാണോ അതോ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ വിജാതിയർക്കുള്ളതാണോ? ഇതൊന്നും തിരിച്ചറിയാതെ എന്തെങ്കിലും കേട്ടാൽ അതിനെല്ലാം ആൻസർ ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ദോഷമായ കാര്യം. അത് വ്യക്തിക്കായാലും സമൂഹമായാലും ശരി, ഏത് വിഷയത്തിൻ്റെയും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ പുതിയ നിയമ ക്രൈസ്തവ സഭയ്ക്ക് ദശാംശം ആവശ്യമില്ല. ആസർ എന്നാണ് എബ്രായ പദം, ഡെക്കറ്റി എന്നാണ് ഗ്രീക്കിൽ. ഡെക്കെ എന്ന് പറയുന്ന ഗ്രീക്കിലെ 10ാമത്തെ സംഖ്യ, ന്യൂമറിക്കലാണ്. 9, 10, 8 എന്നുള്ളത് നമ്മൾ സംഖ്യയിലെ 10ാമത്താണ് ഡെക്കെ. ഡെക്കേറ്റി ബഹുവചനത്തിൽ പറയുന്നത്, അത് 10-1 എന്നാണ് അർത്ഥം. 10-1, പതാരം എന്നിങ്ങനെ 2 പര്യായ പദങ്ങൾ തന്നെ ദശാംശത്തിന് മലയാളത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് ദശാംശത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്ന ആദ്യത്തെ പരാമർശം. അത് അബ്രഹാം മൽക്കീസദേക്കിന് കൊടുക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. മൽക്കീസദേക്ക് ആരാന്ന് കൃത്യമായ ഒരു വിശേഷണം തിരുവെഴുത്തിലില്ല. എന്തുമാകട്ടെ, ഇവിടെ ദശാംശം കൊടുക്കാൻ അബ്രഹാമിനെ ആരെങ്കിലും നിർബന്ധിച്ചില്ല, പ്രേരിപ്പിച്ചില്ല. അപ്പോൾ പരപ്രേരണയില്ലാതെ തൻ്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് മൽക്കീസദേക്കിന് തൻ്റെ വരുമാനത്തിൽ ദശാംശം കൊടുത്തത്. ഇതൊരു അഖിലിത നിയമമല്ല, അത് അബ്രഹാമിൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യമാണ്. ഓർക്കുക, സ്വയം ചെയ്യുന്ന തെറ്റില്ല, എന്നാൽ പരപ്രേരണയാലോ ദശാംശം നൽകണമെന്ന് ആഹ്വാനം ചെയ്തിട്ടോ ഒരു വ്യക്തി ദശാംശം കൊടുക്കുന്നെങ്കിൽ അത് നന്മയല്ല. കാരണം മറ്റൊരാളുടെ പ്രേരണയിലല്ലേ. അബ്രഹാമിന് സമ്പന്നനായിരുന്നു, വളരെ പ്രശംസനീയമായ സാംസ്കാരിക സമ്പന്നവുമായിരുന്ന ഊർ എന്ന മെസ്സപ്പൊട്ടേമിയയിൽ നിന്നും കനാൻ നാട്ടിലേക്ക് വന്നത് അതും സ്വയം വന്നതല്ല. ദൈവം അബ്രഹാമിന് കാണിച്ച വഴിയിൽ കൂടെ തൻ വന്നു എത്തി. ആ ഭാഗങ്ങളിൽ കന്നപ്പോഴാണ് മൽക്കീസദേക്കിനെ കാണുന്നതും താൻ ദശാംശം കൊടുത്തതും ഒക്കെ. അതുകൊണ്ട് അതൊരു നിയമപരമാകില്ല. എന്നാൽ